ക്രിസ്റ്റോ, ഇപ്പൊ നമ്മള് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. അപ്പം ഒരു മലി പപ്പി, ഇപ്പം ഇതിപ്പോ ഒരു 3.5 മാസം കഴിഞ്ഞിട്ടുള്ള പപ്പിയാണ്. ആക്ച്വലി പപ്പി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പപ്പി ഒരു രക്ഷയില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നമ്മളടുത്തൊരു ഡോഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്? ഒരാൾ ട്രെയിനിങ് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ ആദ്യം പപ്പയുടെ ടെമ്പർമെന്റ് ഇവാലുവേറ്റ് ചെയ്യും. പപ്പയുടെ ടെമ്പർമെന്റ് എങ്ങനെയാണ്, സോഷ്യബിലിറ്റി എങ്ങനെയാണ്, അതിന്റെ കോൺഫിഡൻസ് എങ്ങനെ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിക്ചർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പപ്പയുടെ കോൺഫിഡൻസ് ബിൽഡിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ സോഷ്യലൈസേഷൻ ആയിരിക്കും ആദ്യം ബിൽഡ് ചെയ്യുന്നത്. കാരണം പിന്നെ മാക്സിമം സിനാരിയോസിലോട് കടത്തി വിടും. എല്ലാത്തിനും ഡോഗ് സ്റ്റേബിൾ ആയിട്ട് കാം ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. അഗ്രസീവ് ആയിട്ടല്ല, കാം ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യണം. ആ സംഭവം നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കോൺഫിഡൻസ് കുറെ ഗെയിംസ് ഉണ്ടാവും. അതുപോലെ നമ്മൾ കമാൻഡ്സ് പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കമാൻഡ്സ് ഒന്നും ആദ്യം പിക്ചറിലേ ഇല്ല. ബേസിക് ഒബീഡിയൻസ്, സിറ്റ്, ബൈറ്റ്, ഡൗൺ ആവുന്നില്ല. ഇല്ല. റിയൽ വർക്കിംഗ് ഡോഗ് റേസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആദ്യം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, എന്നിട്ട് ബാക്കി എന്തോ. അതെ, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അതുകൊണ്ടാണല്ലേ നമ്മുടെ പപ്പീസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അതെ, അതും ഒരു റീസൺ ആണ്. അപ്പൊ ഈ ട്രെയിനിങ് തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ കോൺടാക്ട് ചെയ്താൽ മതി. സാധാരണ അങ്ങനെയാണ് വരുന്ന എല്ലാ ആൾക്കാരും. മതി.